സ്നേഹമുള്ളവരെ, ഇന്നത്തെ ബെൽജിയത്തിലുള്ള ലീജ് എന്നുള്ള ചെറിയ പട്ടണത്തിൽ 1209 15 വയസ്സുള്ള ജൂലിയാന എന്നുള്ള ഒരു പെൺകുട്ടി അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിലുണ്ടായിരുന്നു. അവൾക്ക് ആ കാലഘട്ടം മുതൽ പ്രാർത്ഥനയിൽ ഒരു ദർശനം തുടർച്ചയായിട്ടുണ്ടായി. ആ ദർശനം പ്രഭാപൂരം ചൂഴ്ന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും അതിൻ്റെ ഉള്ളിലുള്ള ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കറുത്ത പൊട്ടുമായിരുന്നു. ഇവളിതിനെപ്പറ്റി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം തന്നെ അവൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു. പ്രഭാപൂരം ചൂഴ്ന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നിറവിൽ നിൽക്കുന്ന സഭയാണ്. ഈ സഭയിൽ ഇല്ലാത്ത ഒരു തിരുനാൾ, അതാണ് ഈ കറുത്ത പൊട്ട്. ഈ ഇല്ലാത്ത തിരുനാൾ വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. അവൾ കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ തിരുനാളായിട്ടല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരു തിരുനാൾ? അവിടെ വീണ്ടും ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പെസഹ വ്യാഴാഴ്ച പിറ്റേ ദിവസം നടക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ ദുഃഖത്തിൻ്റെ മുഴുവനും നിഴൽ അവിടെയുണ്ട്. ഈ ദുഃഖത്തിൻ്റെ നിഴലാർന്ന പശ്ചാത്തലത്തിലല്ല, സന്തോഷത്തിൻ്റെ തെളിമയിലാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. അതുകൊണ്ട് മറ്റൊരു ദിവസം അതിനാവശ്യമാണ്. അവൾ അധികാരികളോട് സംസാരിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ 1263 ഇറ്റലിയിലെ ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ വലിയ സംശയമുണ്ടായി. സംശയത്തോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിൽ തിരുശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നു. അതുടനെ തന്നെ മാർപ്പാപ്പ അറിയുകയും പിറ്റേ ദിവസം തന്നെ 1264 വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്തിനാണ് സഭയിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഒരു തിരുനാളുണ്ടായത്? സഭ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വ്യക്തമാക്കുന്നത് തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥത്തിലുള്ള ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥത്തിലുള്ള പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എല്ലാ കാലത്തും ജീവിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും. ഇത് കേട്ടപ്പോൾ പലരും പറഞ്ഞ് ഇന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യം. ഒരു മനുഷ്യന് എങ്ങനെ തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റും? ധാരാളം പേര് യേശുവിൻ്റെ സമൂഹത്തെ വിട്ടുപോയി. യേശു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളും പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോകാം. തൻ്റെ വാക്കുകളിൽ ഒരു മാറ്റം പോലും വരുത്തില്ല. ഏത് യേശുവാണ് ഇത് പറയുന്നത്? 100 ആടുകളുണ്ടായിരിക്കും, ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ അന്വേഷിച്ച് കണ്ടുകിട്ടുവോളം തേടണമെന്ന് പറഞ്ഞവൻ. ഒരു നാണയം 10 ഉണ്ടായിരുന്നിട്ട് 1 നഷ്ടപ്പെട്ടിട്ട് അത് അടിച്ചു വാരി വൃത്തിയാക്കി വീട്ടിൽ നിന്നത് കണ്ടെത്തണമെന്ന് പറയുന്നവൻ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുന്നവൻ, പിതാവ് അവൻ്റെ വരവ് നോക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞവൻ. നിങ്ങളും പോകുന്നെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? സഭയിലെ ഏറ്റവും വലിയ വിശ്വാസം, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ട്. വിശുദ്ധ കുർബാന നിരാകരിച്ചുകൊണ്ട് ആർക്കും സഭയിൽ ജീവിക്കാൻ വയ്യ. 139 കോടിയിൽ പരം വിശ്വാസികളെന്ന് കത്തോലിക്ക സഭയിലുണ്ടെങ്കിൽ അതിൽ 138 കോടി ആളുകൾക്കും വിശ്വാസ കുർബാനയിൽ വിശ്വാസമില്ല എങ്കിൽ ഇന്നും ഈശോ പറയും, വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾ മാത്രം നിലനിന്നാൽ മതി, മറ്റുള്ള എല്ലാവർക്കും പോകാമെന്നുള്ള നിലപാടാണ് ക്രിസ്തുവിന്. യേശു അങ്ങനെ പറയാനുള്ള കാരണം വിശുദ്ധ കുർബാനയ്ക്ക് യേശു വലിയ വില കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് യേശു കൊടുത്ത വില? യേശുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു കൊടുത്ത വില. യേശു നമുക്ക് തരുന്നതല്ല വിശുദ്ധ കുർബാന, തരുന്ന എന്തെങ്കിലുമല്ല. പിന്നെയോ ഈശോ തന്നെയാണ് വിശുദ്ധ കുർബാന, ജീവിക്കുന്ന ഈശോ തന്നെയാണ് വിശുദ്ധ കുർബാന. അവിടുന്ന് അതിന് കാൽവരി മലയിലാണ് അതിന് വില കൊടുക്കുന്നത്. വില കൊടുത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിലയോടുകൂടെ അതിൻ്റെ യഥാർത്ഥ വിലയിൽ ആദിമ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആദിമസഭയിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസം പിന്നീടുള്ളവർ സംരക്ഷിച്ചിട്ടുണ്ട്.
AD 257 വലേറിയൻ ചക്രവർത്തി സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടാർസീസിയൂസ് എന്ന് പറയുന്ന ഒരു 12 വയസ്സുകാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ കുട്ടി നിയോഗിക്കപ്പെട്ടത് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഒളി സങ്കേതത്തിൽ നിന്ന് വിശുദ്ധ കുർബാന ജയിലിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടു. ഇവനെ മറ്റുള്ളവർ ചേർന്ന് ആക്രമിച്ചു. എന്താണ് അവൻ്റെ കയ്യിലെന്ന് അവർക്കറിയണം. പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണെന്ന് അവൻ വെളിപ്പെടുത്തിയില്ല. അത് കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെയും എന്താണ് എന്ന് അവൻ വെളിപ്പെടുത്താത്തത് കൊണ്ട് അവനെ മർദ്ദിച്ചു. അങ്ങനെ ക്രൂരമർദ്ദനത്തിന് വിധേയനായി കൊല്ലപ്പെട്ട 12 വയസ്സുകാരനാണ് വിശുദ്ധ ടാർസീസിയൂസ് എന്നറിയപ്പെടുന്ന സഭയിലെ പ്രശസ്തരായിട്ടുള്ള വിശുദ്ധാത്മാവ്. ഇന്ന് അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധനാണ്. ഒരു ചെറിയ കഷ്ണം അപ്പത്തിന് വേണ്ടിയിട്ട് ഒരാൾ അവൻ്റെ ജീവിതം കളയുമോ? ഇതെന്തെങ്കിലും പ്രതീകമായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതം പ്രതീകാത്മകമായിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. അവനറിയാം തൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കഷ്ണം അപ്പമല്ല എന്നും അത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയാണ് എന്നും അറിയാം. വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ഇംഗ്ലണ്ടിലൊരു സഭയുണ്ടായത്. അത് ഹെൻറി 8 രാജാവിൻ്റെ അധാർമികതയ്ക്ക് വളവിടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അടിസ്ഥാന പ്രശ്നം വിശുദ്ധ കുർബാനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ്. 1539 മുതൽ 1681 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 150 വർഷക്കാലം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോയ അനേകം പുരോഹിതർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. വിശുദ്ധ കുർബാനയ്ക്ക് പോയ കുടുംബങ്ങൾ അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 300-ലധികം ക്രിസ്ത്യാനികൾ പുരോഹിതരും ആത്മായ വിശ്വാസികളുമാണ് ഒന്നുകിൽ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ കുരിശിൽ തറച്ചും തൂക്കപ്പെട്ടുമൊക്കെ കൊല്ലപ്പെട്ടത് 300-ലധികം ക്രൈസ്തവരാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കഷണം അപ്പത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ വിശുദ്ധ കുർബാന എന്നുള്ള കർത്താവിൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മലിനമാക്കപ്പെടാതിരിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നുള്ള കുറ്റത്തിനാണ് അവരൊക്കെ കൊല്ലപ്പെട്ടത്. ഒരപ്പമായിരുന്നെങ്കിൽ ആര് കൊല്ലപ്പെടും? ഇതൊരപ്പമല്ല എന്ന് യഥാർത്ഥമായിട്ടുള്ള ഭക്ഷണം ക്രിസ്തു തന്നെയാണ് എന്ന് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. ജപ്പാനിലെ നാഗസാക്കിയായിൽ ഇതേപോലെ തന്നെ 1591 ഫെബ്രുവരി മാസം 5-ാം തീയതി 26 ക്രൈസ്തവർ ഒരു മലമുകളിൽ ക്രൂശിക്കപ്പെട്ടത്. പിന്നീട് അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള പുരോഹിതരും സന്യസ്തരും ആത്മാരും കൂടെ 26 പേര്. 250 വർഷമാണ് പുരോഹിതരില്ലാതെ അവർ വിശുദ്ധ കുർബാനയുടെ ഓർമ്മയിൽ തന്നെ ആ സമൂഹം നിലനിന്നത്. ഒരു കഷണം അപ്പത്തിനല്ല, ദൈവം തന്നെയുള്ള ദൈവം, നമ്മുടെ ദൈവം ക്രിസ്തു തന്നെയാണ് ഈ അപ്പമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അങ്ങനെയാണെങ്കിലും പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന യേശു തൻ്റെ ജീവിതം കൊടുത്തത് ഈ കുർബാന സ്ഥാപിക്കാൻ വേണ്ടി. അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചത് മുഴുവനും വിശുദ്ധ കുർബാനയെ പറ്റി. ആദിമസഭയിലുണ്ടായിരുന്നവർ തങ്ങളുടെ ജീവിതം അർപ്പിച്ചത് വിശുദ്ധ കുർബാനയെ സംരക്ഷിക്കാൻ വേണ്ടി. പിന്നീടുണ്ടായിരുന്ന സഭയിൽ മുഴുവൻ നമ്മൾ കാണുന്നത് വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട വിശുദ്ധാത്മാക്കളെയാണ്. യോദാസിന് പറ്റിയതെന്താ? യോഹന്നാൻ്റെ സുവിശേഷം ഇന്ന് വായിച്ച് കേട്ടതിൻ്റെ തുടർച്ചയായിട്ട് വായിച്ചു പോകുമ്പോൾ അവൻ അവിടെ വെച്ചാണ്, അന്ത്യ അത്താഴവേളയിലാണ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നത്. കുർബാനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ് യോദാസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ പരാജയം. ഇങ്ങനെയൊക്കെ നമുക്ക് പകർന്നു കിട്ടിയ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നമ്മളതിന് എന്ത് വില കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആദിമസഭയിലൊക്കെ വിശുദ്ധ കുർബാന സംരക്ഷിക്കാൻ പീഡിപ്പിക്കപ്പെട്ട വിശുദ്ധാത്മാക്കളുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയോടുള്ള നിസ്സംഗതയാണ് ഇന്ന് പറ്റിയിരിക്കുന്നത്. സമുദായ ശാക്തീകരണത്തെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. സംഘടനകൾ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി, സർക്കാർ സർവീസിൽ നമുക്ക് സംവരണം ലഭിക്കുന്നതിനെ പറ്റി, നമ്മുടെ കുട്ടികളെ ഇവിടെ നിലനിർത്തുന്നതിനെ പറ്റി. പക്ഷേ പ്രിയമുള്ളവരെ,
വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതിനെ പറ്റി നമ്മുടെ ഓരോ പിതാക്കന്മാരും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളതൊക്കെ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ശാക്തീകരണം. പക്ഷേ അതിനു മുൻപേ നമുക്ക് വേണ്ടത്, നമ്മുടെ ശക്തി സ്വീകരിക്കേണ്ടത് വിശുദ്ധ കുർബാന എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയുടെ ചുറ്റുപേർന്ന് ശക്തി പ്രാപിച്ച് ശാക്തീകരിക്കപ്പെട്ട് പിന്നീട് മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിപരിചയത്വം കൊണ്ട് വിശുദ്ധ കുർബാന എന്നുള്ള സത്യത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിലയും നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയത. വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് വീണ്ടും നടക്കാം. നമുക്ക് ചോദിക്കാം, ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാനും നമുക്ക് സൗകര്യമുണ്ടായിട്ട് എന്ത് വില നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. എൻ്റെ ശരീരം യഥാർത്ഥത്തിലുള്ള ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥത്തിലുള്ള പാനീയവുമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.